ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. അതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് പച്ചരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ പച്ചരി കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് 4 മണിക്കൂർ കുതിരാനായിട്ട് വെക്കും. ഈ പച്ചരി 4 മണിക്കൂർ കുതിർന്ന ശേഷം നന്നായിട്ട് ഇത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ട് ഇത് പുട്ടിൻ്റെ പരുവത്തിൽ പൊടിച്ചെടുക്കും. അതായത് ചെറിയൊരു തരിതരിപ്പ് വേണം ഈ മാവിന്. എന്നിട്ടാണ് നമ്മളിത് നെയ്യപ്പം ഉണ്ടാക്കുന്നത്. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ അരി നല്ലതുപോലെ കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് പുട്ടിൻ്റെ പൊടി പോലെ കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ മാവ് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം ഇത് പൊടിച്ചെടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ മൈദമാവ്, 10-12 ഏലക്കായ വേണം. ഈ ഏലക്ക നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് വേണം, 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി വേണം. ഈ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടിക്ക് ശർക്കര പാനി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ശർക്കര പാനി കാച്ചുമ്പോഴേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ശർക്കര കാച്ചിയെടുക്കേണ്ടത്. കാച്ചിയ ശേഷം ശർക്കര നന്നായിട്ട് അരിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് 1 നുള്ളു ഉപ്പും ചേർക്കും. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഏലക്കായ ആദ്യം പൊടിച്ചെടുക്കാം. ഏലക്കയുടെ സ്കിൻ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. അതിൻ്റെ സീഡ് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോണ്ട. ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ മാവിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന മൈദ മാവും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്നും കൂടി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് ഒന്നും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിവിടെ നെയ്യും ബേക്കിംഗ് സോഡയും മൈദാമാവും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിനാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. കട്ടയില്ലാതെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിവിടെ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കേണ്ടത്. ലൂസായി പോകരുത്. ലൂസായി പോയാൽ നെയ്യപ്പം ശരിയാകത്തില്ല. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും കറുത്ത എള്ളും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നെയ്യപ്പത്തിൽ നമ്മൾ പഴം ചേർക്കത്തില്ല. പഴം ചേർത്ത് കഴിഞ്ഞാൽ നെയ്യപ്പം പെട്ടെന്ന് തന്നെ ചീത്തായി പോകും. ഇനി ഇത് പാത്രം മൂടി വെച്ചിട്ട് 2 മണിക്കൂർ മാറ്റി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ നെയ്യപ്പം ചുട്ടെടുക്കുന്നത്.
ഇതിവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടപ്പൊന്ന് മാറ്റിയിട്ട് ഈ മാവൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ചുടുന്നതെന്ന് നോക്കാം. ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് എണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കണം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് നമുക്കിതിലേക്ക് 1 സ്പൂൺ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ള് വേഗത്തില്ല. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നെയ്യപ്പം നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന മാവ് നമുക്കിതുപോലെ കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. നെയ്യപ്പം ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നെയ്യപ്പമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.